കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിയതിനു ശേഷം അയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടിക്കുന്ന ദൃശ്യമാണത്. കണ്ണൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെയാണ് സാഹസികമായുള്ള ഈ ജയിൽ ചാട്ടം. ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്ത പരന്നതോടെ എല്ലാവരും ഭയന്നുപോയി. കാരണം അവൻ പുറത്തിറങ്ങുന്നത് ജീവിക്കാനല്ല, ആളുകളെ പീഡിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരിലും ഭയമുണ്ടായതും. 2011 ഫെബ്രുവരി 1 അന്നാണ് ഗോവിന്ദചാമി ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ശിക്ഷയ്ക്ക് ആസ്പദമായ കുറ്റകൃത്യം ചെയ്യുന്നത്. ഷൊർണൂർ സ്വദേശിയും 23-കാരിയുമായ യുവതി ജോലി കഴിഞ്ഞ് ട്രെയിനിൽ മടങ്ങുമ്പോഴാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് തള്ളിയിട്ടത്. അതിന് പിന്നാലെ ചാടിയിറങ്ങിയ പ്രതി റെയിൽ ട്രാക്കിൽ പരിക്കുകളോടെ കിടന്ന യുവതിയെ എടുത്ത് വേറൊരു പാളത്തിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പേഴ്സിലെ പണവും മൊബൈൽ ഫോണും എടുത്ത് ഇയാൾ രക്ഷപ്പെട്ടു. റെയിൽവേ പാളത്തിന് സമീപം പരിക്കുകളോടെ നാട്ടുകാരാണ് യുവതിയെ കണ്ടത്. രക്ഷപ്പെട്ട ഗോവിന്ദചാമിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി 4 പാലക്കാട് വെച്ചിട്ടായിരുന്നു. 2011 തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. 2013 ഹൈക്കോടതി പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചു. എന്നാൽ 2016 വധശിക്ഷ റദ്ദാക്കി പ്രതിക്ക് ജീവപര്യന്തമാക്കി വിധിച്ചു. 2011 നവംബർ മുതലാണ് പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉള്ളത്. ജയിൽ അടച്ചത് മുതലുള്ള ദിവസം മുതൽ ജയിൽ ചാടുന്നത് വരെയുള്ള ആസൂത്രണം ഒന്നു മാത്രമാണ് ഗോവിന്ദചാമി ഇപ്പോൾ ജയിൽ ചാടാൻ കാരണം. ഷേവ് ചെയ്യുന്നത് അലർജിയാണെന്ന് പറഞ്ഞ് പ്രത്യേക അനുമതി വാങ്ങിയാണ് താടി വളർത്താൻ ആരംഭിക്കുന്നത്. ചപ്പാത്തി മാത്രം മതി എന്ന് പറഞ്ഞ് വെയിറ്റ് കുറക്കാൻ വേണ്ടി പ്രത്യേക ഭക്ഷണ രീതിയും ജയിൽ ചാട്ടത്തിൻ്റെ തന്ത്രങ്ങളിലൊന്നായിരുന്നു. ബ്ലേഡ് സംഘടിപ്പിച്ച് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടാണ് സെല്ലിൻ്റെ കമ്പി അറുത്തത്. വിചാരണ തടവുകാരുടെ വസ്ത്രങ്ങൾ അലക്കാനിട്ടിരുന്ന സ്ഥലത്ത് നിന്നാവാം കറുത്ത വസ്ത്രം സംഘടിപ്പിച്ചത്. പ്രത്യേക ഭക്ഷണക്രമത്തിലൂടെ ശരീരത്തിൻ്റെ ഭാരം പകുതിയായി കുറച്ചതും പിടിക്കപ്പെടുമ്പോൾ കൈവശം ആയുധമുണ്ടെന്ന് കമ്മീഷണർ പറയുന്നതുവരെയും ജയിൽ വസ്ത്രത്തിൽ പുറത്തിറങ്ങിയാൽ ആളുകൾ തിരിച്ചറിയുമെന്ന് കണ്ട് കറുത്ത വസ്ത്രം ഒരുക്കി വെച്ചതും മുഖത്തിൻ്റെ രൂപം അറിയാതിരിക്കാൻ താടി വളർത്തുന്നതും ആരും അറിഞ്ഞില്ല. വെള്ളിയാഴ്ച സെല്ലിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതി 200 മീറ്ററോളം നടന്നാണ് മതിലിനടുത്ത് എത്തിപ്പെടുന്നത്. വീപ്പകൾ അടുക്കി വെച്ച് കയ്യിൽ കരുതിയിരുന്ന തുണി കൊണ്ടുള്ള വടം അതിന്മേൽ കയറി നിന്നാണ് മതിലിൽ കുരുക്കുന്നത്. ഈ വീപ്പകളൊക്കെ മുമ്പ് തന്നെ കണ്ടെത്തിയതും അതൊന്നും ആരും അറിഞ്ഞില്ല. പ്രതികൾ മതിൽ വഴി ചാടുന്നത് തടയാനാണ് മതിലിന് മുകളിൽ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചത്. ഗോവിന്ദചാമി ജയിൽ ചാടുന്ന സമയത്ത് അത് പ്രവർത്തിക്കാതിരുന്നതാണോ അതോ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അയാൾ തന്നെ അത് ഓഫ് ചെയ്തതാണോ എന്നറിയില്ല. ആദ്യ കടമ്പകളായ ഇതെല്ലാം വളരെ ഈസിയായി ചെയ്ത ഗോവിന്ദചാമിക്ക് മതിലിനപ്പുറം ചാടിയെത്തിയ ശേഷമുള്ള യാത്ര അത്രയും സുഖകരമായിരുന്നില്ല. 4 കിലോമീറ്ററോളം നടന്നു. നേരം വെളുത്തപ്പോൾ ഇടവഴിയിലൂടെയായി യാത്ര. ആളുകളെ കാണുമ്പോൾ കിട്ടിയ സ്ഥലത്ത് മറഞ്ഞിരുന്നു. കണ്ണൂർ തളാപ്പിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് പിൻഭാഗത്തുള്ള ഈ കിണറ്റിലാണ് ഏതാണ്ട് 15 മിനിറ്റിലധികം ഗോവിന്ദചാമി എന്ന കുപ്രസിദ്ധ ക്രിമിനൽ ഒളിച്ചിരുന്നത്. ജയിൽ ചാടിയതിനു ശേഷം നേരെ മറ്റ് പലയിടങ്ങളിൽ പതുങ്ങി പാത്തിരുന്ന് 9:30 ഈ തളാപ്പ് ഭാഗത്തേക്ക് എത്തിയ ഇയാൾ അവിടെ നിന്ന് കാട് ചാടിക്കടന്ന് ഇവിടെ ഈ ഗേറ്റ് കടന്ന് ഈ കിണറ്റിൻ്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു. വലിയ ആഴമുള്ള കിണറാണ്. നോക്കൂ, നീല നിറത്തിൽ വെള്ളമുള്ള വലിയ ആഴത്തിൽ വെള്ളമുള്ള ആ കിണറാണ്. ആ കിണറിൻ്റെ ഈ പടിയിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻഭാഗത്തുള്ള പടിയിലെ ഈ പമ്പ് കെട്ടിയിറക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന കയറിൽ പിടിച്ചാണ് ഏതാണ്ട് 15-20 മിനിറ്റോളം ആ കൊടും ക്രിമിനൽ പോലീസിനെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് പാത്തിരുന്നത്, ഒളിച്ചിരുന്നത്. ഇനി ഇയാൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, എൻ്റെ പിൻഭാഗത്ത് കാണുന്നത് വലിയ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഏതാണ്ട് 9:15 ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നത്. അവിടെ നിന്ന് ഇയാൾ ഈ കാട്ടിനുള്ളിൽ ഉണ്ട് എന്ന കാര്യം പോലീസും നാട്ടുകാരും ഏറെക്കുറെ പൂർണ്ണമായി സ്ഥിരീകരിച്ചു. പോലീസ് തൻ്റെ പിന്നാലെ ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി ആകെ ഭീതി പൂണ്ട ഗോവിന്ദചാമി അവിടെ നിന്ന് ഈ മതിൽ ചാടിക്കടന്ന്, കാടിനുള്ളിൽ നിന്ന് ഈ മതിൽ ചാടിക്കടന്ന് അങ്ങനെ മുന്നോട്ടുള്ള യാത്ര തുടരുമ്പോഴാണ് തന്നെ ചിലർ തിരിച്ചറിയുന്നുണ്ടെന്ന അറിവ് ഗോവിന്ദചാമിക്ക് തോന്നാൻ തുടങ്ങിയത്. ഉടനെ അടുത്തു കണ്ട ആളൊഴിഞ്ഞ നിറയെ കുറ്റിക്കാടുള്ള സ്ഥലത്തേക്ക് മാറി അവിടെ ഒളിച്ചിരുന്നു. വിവരം പരന്നതോടെ പോലീസും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും ഒരുമിച്ച് തിരച്ചിൽ ആരംഭിച്ചു. രംഗം പന്തിയല്ലെന്നറിഞ്ഞ ഗോവിന്ദചാമി ആ പറമ്പിൻ്റെ മതിൽ ചാടിയിറങ്ങി മുന്നിൽ കണ്ട കിണറ്റിൽ ഒളിച്ചു.
തിരച്ചിൽ തുടരുന്ന ഘട്ടത്തിൽ ആരോ കിണർ നോക്കിയപ്പോൾ അതിലൊരു മനുഷ്യനുള്ളതായി മനസ്സിലാക്കി. അയാൾ ഗോവിന്ദച്ചാമി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അയാൾ പിന്നീട് വെളിപ്പെടുത്തി. അവസാനം എല്ലാവരും കിണർ വളഞ്ഞ് ഗോവിന്ദച്ചാമിയെ കിണറിൽ നിന്നും കരക്ക് കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോയി. ഗോവിന്ദച്ചാമി പിടിയിൽ കെട്ടിടത്തിനകത്ത് നൊട്ടോറിയസായ കൊടും കുറ്റവാളി, സ്ത്രീകളുടെ പേടി സ്വപ്നമായ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്ന വാർത്ത ഉൾക്കിടിലത്തോടു കൂടിയാണ് ജനങ്ങൾ കേട്ടിരുന്നത്. ഉൾക്കിടിലത്തോടെ, പേടിയോടെ, ഭയത്തോടെയാണ് ജനങ്ങൾ കേട്ടിരുന്നത്. ആ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം പൊക്കിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. പിടിയിലായ ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയിൽ ചാട്ടത്തിന്റെ പൂർണ്ണ രൂപം ആദ്യം പ്രതി മറച്ചുവെച്ചെങ്കിലും പിന്നീട് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. തന്നെ കൊന്നോളൂ, എന്നാലും കണ്ണൂർ ജയിലിലേക്ക് അയക്കരുത് എന്നാണ് പോലീസിനോട് ഗോവിന്ദച്ചാമി പറഞ്ഞത്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്നും ജയിൽ ചാടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും പോലീസിനെ അറിയിച്ചു. ജയിലിനകത്ത് നിന്ന് സഹായം ലഭിച്ചിരുന്നോ എന്നത് പോലീസ് അന്വേഷിക്കും. പ്രതിയുമായി 1 മണിക്കൂറോളം പോലീസ് തെളിവെടുപ്പ് നടത്തി. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് മാറ്റിയത്. ജയിൽ മാറ്റം വേണോ എന്നത് പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അറിഞ്ഞത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് കാരണക്കാരായവർക്കെതിരെയും പുറത്തു നിന്നോ അകത്തു നിന്നോ വല്ല സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ശിക്ഷിക്കണം. പേടി സ്വപ്നമായ ഗോവിന്ദച്ചാമി എന്ന ക്രിമിനൽ വീണ്ടും അകത്തായത് തൽക്കാലത്തേക്ക് ആശ്വാസമായാണ് ആളുകൾ കാണുന്നത്. അയാൾ ഇനിയും പുറം ലോകം കാണാത്ത രീതിയിലുള്ള സുരക്ഷയിൽ ശിക്ഷ അനുഭവിക്കാൻ സജ്ജമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന.